വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമൃതം പൊടി നമുക്ക് ഓൾറെഡി കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ആദ്യം ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ അധികം കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് വേറെ വേറെ രൂപത്തിലും കുറുക്കളാക്കിയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് അതുകൊണ്ടൊരു കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്, അമൃതം പൊടി 1 കപ്പ്, ശർക്കര, അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ, ഒരു 3-4 ഏലക്ക, ഇതെല്ലാം കൂടി എടുത്ത് മിക്സിയിലേക്ക് നല്ലതായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അമൃതപ്പൊടി നമ്മൾ ഓൾറെഡി അരിച്ചതാണ്. അതുപോലെ ശർക്കര നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്നതുകൊണ്ട് എപ്പോഴും ഉരുക്കണ്ട എന്നുള്ളതുകൊണ്ട് നമ്മളതൊരു ഇച്ചിരി നല്ല രീതിയിൽ ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഒരു ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുകയോ ഒരു പ്രവർത്തനം നടക്കും അതിനകത്ത്. എന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പം നമ്മളൊരു ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യ് തേച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിശ്രിതം ഒഴിക്കുക. നമ്മൾ ഇഡ്ഡലിത്തട്ടിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് അല്ലാതെ ഓവനിലൊക്കെ ചെയ്യാതിരിക്കാം, പക്ഷെ ഞാനിപ്പോൾ ഇഡ്ഡലിത്തട്ടിലാണ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വളരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. പിന്നെ രാവിലെ പുഴുങ്ങിയ കുറച്ച് ഏത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 10-20 മിനിറ്റ് തൊട്ട് 25 മിനിറ്റ് വരെ നമ്മൾ നല്ല രീതിയിൽ വേവിച്ചിട്ട് കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് വെക്കണം. മാക്സിമം പോയൊരു 15 മിനിറ്റെങ്കിലും തണുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സംഭവമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഒരുപാട് എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. എപ്പോഴും അമൃതം പൊടി ഇങ്ങനെ കുറുക്കി കൊടുക്കാതെ നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിനകത്താകുമ്പോൾ ചോറുണ്ട്, അതുപോലെ തേങ്ങയുണ്ട്, ശർക്കരയെല്ലാം ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഋഷിക്ക് കൊടുത്തു. ഋഷി തിരിച്ചുകൊണ്ടൊക്കെയാണ് വാങ്ങിച്ചത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പാറും ദേവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൊടുത്തു, അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്കും കഴിക്കാൻ പറ്റും. പിന്നെ ഫൈനലി നമ്മളിത് ആരവിന് കൊടുത്തു. സാര ഉറങ്ങുമായിരുന്നു. ആരവിന് കൊടുത്തു. ആരവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കൈയൊക്കെ ഇങ്ങനെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്, പുതിയൊരു വീഡിയോ സ്റ്റേ